ഫുട്ബോൾ ആരാധകർ വലിയ ആശങ്കയിലായിരുന്നു ലോകകപ്പ് കാണാൻ കഴിയില്ലേ എന്ന്. പക്ഷേ ആശങ്ക ഇതാ വഴിമാറുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഇന്ത്യയിൽ കാണാൻ കഴിയും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സി എന്റർടൈൻമെന്റ് സംപ്രേഷണ അവകാശം നേടിയിരിക്കുകയാണ്. ഇതോടെ മത്സരങ്ങൾ കാണാനാകില്ല എന്ന ആരാധകരുടെ ആശങ്ക മാറിയിരിക്കുന്നു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുകയാണ്. മഹേഷ്, ഒടുവിൽ കളി ലൈവായി കാണാമല്ലേ നമുക്ക്? ദിവ്യ, ഒരുപാട് ദിവസത്തെ ആശങ്കകളായിരുന്നു. കാരണം ഈ തവണ ലോകകപ്പ് അങ്ങ് ദൂരെ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമാണ്. അപ്പോൾ കളി കാണാൻ പറ്റുമോ എന്നുള്ളൊരാശങ്ക വല്ലാതെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ അതിന്റെ സംപ്രേഷണ അവകാശം ഇത്രയും നാൾ ആർക്കും ഇല്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടു പോവുകയായിരുന്നു. ഏതാണ്ട് 500 കോടി രൂപയുടെയൊക്കെ വലിയ ഒരു പ്രൊജക്റ്റായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫിഫ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ വൻകിട ടെലിവിഷൻ ചാനലുകൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ലൈവ് നൽകിയ തത്സമയ സംരക്ഷണം നൽകിയ ചാനലുകൾ മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. ഒടുവിൽ ഫിഫയുടെ അതുമായി ബന്ധപ്പെട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ടീം ഇന്ത്യയിൽ വന്ന് ചർച്ചകൾ പലകുറി നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഒടുവിൽ സി എന്റർടൈൻമെന്റ്, സി നെറ്റ്വർക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണ സംപ്രേഷണ അവകാശം സി നെറ്റ്വർക്കിനാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങാനുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇന്ന് അത്തം എന്ന് പറയാം. കാരണം ഇന്നേക്ക് 10ാം നാളാണ് നമ്മളെ ഓണം ഉള്ളത്, തിരുവോണം തുടങ്ങുന്നത്, ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് 10ാം ദിനം ഫുട്ബോൾ തുടങ്ങുമ്പോൾ വലിയ ആശ്വാസത്തോടെയാണ്, വലിയ സന്തോഷത്തോടെയാണ് ഫുട്ബോൾ ആരാധകർ ഈ നിമിഷം ഇന്ത്യയിൽ കളി കാണാം എന്നുള്ള ഈ ഒരു വാർത്തയെ സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകൾ ഇപ്പോഴേ കളി കാണാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഇനി വരുന്ന 40 ദിവസം, 10ാം തീയതി മുതൽ ഏതാണ്ട് ഒരു 40 ദിവസം നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം അമേരിക്കയിലെ മത്സരക്രമം അനുസരിച്ച് രാത്രി ഏതാണ്ട് 9:30 തുടങ്ങി പിറ്റേന്ന് രാവിലെ 6:30, 7:30, 8 മണി വരെയൊക്കെ ആ സമയത്താണ് കളികൾ ആരംഭിക്കുന്നത്. പുലർച്ചെ നടക്കുന്ന കളികളുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇനി 10ാം തീയതി മുതൽ. എന്തായാലും കളി കാണാൻ പറ്റുമോ എന്നുള്ള വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. ആരാധകരെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് കളി കാണാം. ഇന്ത്യയിൽ സി നെറ്റ്വർക്ക് അതിന്റെ ഔദ്യോഗികമായ അതിന്റെ സംരക്ഷണാവകാശം വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ലോകകപ്പ് മാത്രമല്ല 2034 വരെയുള്ള ഫിഫയുടെ മത്സരങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയിൽ സംരക്ഷണം ചെയ്യാനുള്ള അവകാശം സി നെറ്റ്വർക്ക് വാങ്ങിയിട്ടുണ്ട്. സി നെറ്റ്വർക്ക് ഈ ഒരു സംരക്ഷണ അനുമതി ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഫിഫയുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വന്ന് ഏത് തരത്തിലുള്ള ഒരു ഡീലാണ് അതുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ